പ്രൈസ് ലോൺ പ്രീഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു. ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാദപീഠത്തിലായിരിക്കാൻ സ്വർഗ്ഗത്തിൽ ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒത്തിരി നാളുകളുടെ പ്രാർത്ഥനകളുടെ മറുപടിയൊക്കെ ലഭിച്ചവരുണ്ട്. ആമേൻ. ഈ വ്യാഴാഴ്ച രാത്രിയിലും സന്തോഷത്തോടെ ആമേൻ ഒത്തിരി ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിച്ചു എന്നുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനും ആ നന്മകളൊക്കെ അനുഭവിക്കുവാനും കർത്താവ് സഹായിച്ചു. പ്രൈസ് ലോർഡ്. ഞങ്ങൾ വിശ്വസിക്കുന്നു അവൻ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ ജോലിയില്ലാതെ കരയുന്നുണ്ട്. എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഒന്ന് തുറന്നു കിട്ടിയെങ്കിൽ അവൻ ഞങ്ങൾക്ക് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാമായിരുന്നു. ആ ലോണുകളെങ്കിലും ഒന്ന് അടയ്ക്കാമായിരുന്നു. ഒരു വിദേശ നന്മയുടെ കരം ഒന്ന് തുറന്നു കിട്ടിയെങ്കിൽ അവൻ പ്രതീക്ഷിച്ചായിരിക്കുന്നവരുണ്ട്. അതിനുവേണ്ടിയാണ് നഴ്സിംഗ് പഠിച്ചത്, അതിനുവേണ്ടിയാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. അമേൻ അതിന് വേണ്ടിയിട്ട് PGയും MBലും ഒക്കെ എടുത്തത്. പക്ഷേ ഡോക്ടറേറ്റ് പോലും എടുത്തിട്ട് പുറത്തു പോകാൻ പറ്റുന്നില്ല. ആരും ഞങ്ങളെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനില്ല, ആരും ഒന്ന് കൊണ്ടുപോകാനില്ല. കുടുംബത്തിലൊക്കെ ഒത്തിരി പേർ നല്ല നിലയിലും പല രാജ്യങ്ങളിലും ഒക്കെ ആയിരിക്കുന്നു. എൻ്റെ മക്കൾക്ക് മാത്രം പോകാൻ കഴിയുന്നില്ല, എൻ്റെ ഭർത്താവിന് മാത്രം, എൻ്റെ ഭാര്യയ്ക്ക് മാത്രം. എന്ത് കർത്താവേ, എന്താ ഞങ്ങൾ ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്തത്? എന്താ കർത്താവേ എൻ്റെ ജീവിതത്തിനൊരു വിടുതൽ നീ നൽകാത്തത്? അങ്ങനെ ആവശ്യഭാരത്തോടുകൂടെ കരയുന്നവരുണ്ട്. ഒരു വിടുതൽ പ്രതീക്ഷിച്ച് ദൈവസന്നിധിയിൽ കർത്താവേ, അമേൻ, ഹല്ലേലൂയ. ഈ ഏപ്രിൽ മാസത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ഒരു മെയ് എന്നൊരു മാസം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ നന്മ പ്രാപിച്ചു വേണം അപ്പാ ഞങ്ങൾ എഴുന്നേൽപ്പാൻ. അങ്ങനെ പ്രാർത്ഥിച്ചായിരിക്കുന്നവർ, വിശ്വാസത്തോടെ കരയുന്നവരുണ്ട് കേട്ടോ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവസന്നിധിയിൽ നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമേൻ. ദൈവസന്നിധി തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എനിക്കൊരു ജോലി കിട്ടുമെങ്കിൽ കർത്താവേ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. അങ്ങനെയൊക്കെ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആമേൻ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്ന തരത്തിൽ, നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട വഴികളും വാതിലുകളും കർത്താവ് തുറക്കും. ആമേൻ. എവിടെയൊക്കെ അടഞ്ഞുപോയ വാതിലുകൾ, എവിടെയൊക്കെയോ പിശാച് കെട്ടിയടച്ച വാതിലുകൾ ആമേൻ ഒരിക്കലും ഉയർത്തുകയില്ലെന്നും ആമേൻ ഒരിക്കലും നിൻ്റെ ജീവിതത്തിനകത്ത് മുൻപോട്ടിനി ഒരു കാൽവെപ്പ് ആമേൻ വയ്ക്കുവാൻ നിന്നെ സമ്മതിക്കത്തില്ലെന്നും അവകാശം പറഞ്ഞ് വെല്ലുവിളിച്ചു വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും പൈശാചിക പോരുകളെയും സ്വർഗം അഴിച്ചു മാറ്റും. വിശ്വാസത്തോടെ ആമേൻ പറ, വിശ്വാസത്തോടെ സ്തോത്രം പറ. ആമേൻ. ദൈവം അടഞ്ഞു കിടക്കുന്ന നന്മയുടെ വാതിലുകളെ തുറക്കും, ജോലി നൽകും. ആമേൻ. നന്മയുണ്ടാകും, ഐശ്വര്യവും സമ്പത്തും നിങ്ങളുടെ വീട്ടിലുണ്ടാകും. നേരിലവിടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ പണിയും. നിൻ്റെ അധ്വാന ഫലം കൊണ്ട് നീ അനേകരെ സഹായിക്കും. കർത്താവിന് വേണ്ടി നിൻ്റെ നന്മ പ്രയോജനപ്പെടും. ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞു ആമേൻ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അനുഗ്രഹിക്കപ്പെട്ട ജോലി കർത്താവ് നൽകും. വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. മടുത്തു പോകാതെ വണ്ണം, ക്ഷീണിച്ചു പോകാതെ വണ്ണം, തളർന്നു പോകാതെ വണ്ണം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ അത്ഭുതം കാണും. നമ്മൾ ആ വിടുതൽ അനുഭവിക്കും. ഇത് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാദപീഠത്തിലായിരുന്നാട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഫ്രഷ് ഫാമിൻ്റെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവിള താന്നിമുടി ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ആമേൻ സഭാരാധന നടക്കുന്നുണ്ട്. നിങ്ങൾ കടന്നു വരിക, അനേകരോട് അറിയിക്കുക. കൂടാതെ ഈ മാസത്തെ ആമേൻ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ 21 ദിവസങ്ങളിലാണ്. അതായത് 10-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി വളരെ പ്രാർത്ഥനയോടെയായിരുന്നു. ആമേൻ. ടെസ്റ്റൊക്കെ കഴിഞ്ഞു, പാസ്സായി. പക്ഷേ ആമേൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. ദൈവകൃപയാൽ പ്രാർത്ഥിച്ചു, വിസ കടന്നു വരുവാനിടയായി. പ്രിയ സഹോദരി കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ആമേൻ ജർമ്മനിക്ക് പോകുവാനിടയായി. ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരു ജോലി പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവർ വിശ്വാസത്തോടെ ജൂഡബല ഷിയാം തനേറി കാലഘടക ശംതാരകന വൈഡവരകഥന ധീപൽ പ്രൗഢ ശംതാരകനപ്പ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലയെ ആഗ്രഹിക്കുന്നവർക്കപ്പ, നാട്ടിൽ ഗവൺമെൻറ് ജോലിയും വിദേശങ്ങളിൽ അപ്പ നല്ല ജോലിക്ക് വേണ്ടി ശമ്പള വർധനയോടുകൂടെ നല്ല സാലറിയോടുകൂടെ ജോലിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചായിരിക്കുന്നു. യേശുവേ നീ മനസ്സലിയണമേ, ദാവീദുപുത്ര നീ മനസ്സലിയണമേ. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല അപ്പ നീ അങ്ങ് നൽകി മാനിക്കണം. സ്വർഗ്ഗമേ നീ നൽകി മാനിക്കണം. കഴിഞ്ഞ നാളുകൾ അനുഭവിച്ച കണ്ണുനീരുകൾക്ക് ഒരു വിരാമം കർത്താവ് നൽകണം. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല നൽകി മാനിക്കണം. ജൂഡാബാബ ശംതാരകന അന്തലഘടകം ധീരകരകജന വൈഡൽ പ്രൗഢപരകഥന ധീപലഘടക ശംതാരകന വൈഡൽ പ്രൗഢേരേതേ റീബാരക്തര വൈഡപരകഥന. സ്വർഗ്ഗമേ നീ മനസ്സലിയണമേ. അപ്പം അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നൽകി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ജോലി സ്ഥലത്തിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ മാറുവാൻ വേണ്ടി അപ്പ, ഓഫീസുകളിൽ അപ്പ, ഹോസ്പിറ്റലുകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കമ്പനികളിൽ വർക്കുകൾ ഉണ്ടാകണമേ, കോൺട്രാക്ടർമാർക്ക് വർക്കുകൾ ഉണ്ടാകണമേ. നഷ്ടമായി പോയ നന്മകൾ മടക്കി നൽകണം. ജോലികൾ, പ്രൊമോഷൻ, ശമ്പള വർധനവ്, ട്രാൻസ്ഫറുകൾ
കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അത് ലഭിക്കണം. തടഞ്ഞു വെച്ചിരിക്കുന്ന സാലറികൾ ലഭിക്കണമേ, പെൻഷൻ കുടിശ്ശികൾ ലഭിക്കണമേ. അപ്പോൾ അതുപോലെ ജോലി സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം അനുഭവിക്കുന്ന രോഗങ്ങൾ, ടെൻഷനുകൾ മാറിപ്പോകണമേ. അപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് വെല്ലുവിളിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഗ്രീൻ കാർഡ്, PR, വർക്ക് കാർഡ്, സിവിൽ ഐഡികൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ അത് ലഭിക്കട്ടെ. ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഈ ദിവസങ്ങൾ അവർ കാണട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. വലിയ ദൈവപ്രവൃത്തി സ്വർഗ്ഗം അങ്ങ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറ്റി സ്വർഗ്ഗം അങ്ങ് വൻ കാര്യങ്ങൾ ചെയ്യണമേ. ഒരു വിശാലത ദൈവം നൽകി മാനിക്കണം. കമ്പനികൾ, വർക്കുകൾ ഉണ്ടാകണമേ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ. നഴ്സുമാർക്ക് ഡ്യൂട്ടി ഉണ്ടാകണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കണമേ. എല്ലാ വിശാലതകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയും നൽകി മാനിച്ച് ദൈവത്തിൻ്റെ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ സ്വർഗ്ഗം അങ്ങ് സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥന ഷോ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടിടുക. എല്ലാ വെള്ളിയാഴ്ചകളും മധ്യസ്ഥ പ്രാർത്ഥന രാവിലെ 12:30 മണി മുതൽ 1 മണി വരെ ലൈവ് കമരുതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞായറാഴ്ചകൾ സഭാരാധനയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല പ്രേക്ഷക ഫാമിലും, ഉച്ചശേഷം 3 മണി മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള താന്നിമുടി ജംഗ്ഷൻ MS പ്ലാസ ബിൽഡിംഗ് അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് കടന്നു വരിക. അനേരോട് അറിയിക്കുക. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.